ലേവ്യൻ വന്നു, അവനും ആ വഴിയായി പോയി. അടുത്ത് നല്ലൊരു ശമരിയൻ വന്നു. ഉടനെ നിങ്ങൾ എന്താടുത്തു? ഈ ശമരിയനോട് നിങ്ങൾ അങ്ങ് ചേർന്നു. പിടികിട്ടുന്ന എൻ്റെ കൂടത്തെ ഈ ശമരിയനെ നിങ്ങളുടെ കൂടെ അങ്ങ് യോജിപ്പിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളതിനകത്ത് ആരാ? പുരോഹിതനാണോ? അല്ല. ലേവ്യനാണോ? അല്ല. ആരെയാ നിങ്ങൾ ഇഷ്ടപ്പെട്ടെ? നല്ല ശമരിയനെയാ. ഇത് നിങ്ങൾ വചനത്തിൽ വായിച്ചപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. എന്നിട്ട് പറഞ്ഞു, എനിക്കും ഇങ്ങനൊരു അവസരം കിട്ടിയാൽ ഞാനും ചെയ്യും. അകത്തൊരു തീരുമാനം. ഏത് വായിച്ചപ്പോൾ? വചനം വായിച്ചപ്പോൾ അതിൻ്റെ സന്തോഷം നിങ്ങളുടെ അകത്ത് വന്നു. എന്നാൽ ഇതേ സാഹചര്യത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടാൽ നിങ്ങൾ ആ വഴിയായി മാറിപ്പോകും. മാറിപ്പോകുന്നതിൻ്റെ കാരണം നിങ്ങളുടെ ജഡമാ. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങളോ നിങ്ങളുടെ അതിനെ ഒന്നും കുഴപ്പമുള്ള ആയിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന, അപ്പൊ എന്നോട് ബുദ്ധി പറഞ്ഞു തരുന്ന ഒരു പ്രമാണമുണ്ട്. യേശു കർത്താവിനെ നിങ്ങൾ നോക്കി പോരത്തോളം ശമരിയനെ ഒന്നുകൂടെ ഞാൻ കൊണ്ടുവരുക. ശമരിയക്കാരൻ കിടക്കുന്ന എങ്ങനാ? അർദ്ധപ്രാണനായി കിടക്കുക. മുറിവേറ്റു, ഓടെ പോലുള്ള സ്ഥലത്ത് തള്ളിയിടിക്കുക. അവരുടെ ദേഹത്ത് ചെളിയൊക്കെ കാണും. ശരീരം മുഴുവൻ രക്തമുള്ള മയത്തിലാണ് കിടക്കുന്നത്. മരണത്തോടടുത്തു. എന്നാൽ അകലെ നിന്ന യേശു കർത്താവ് കണ്ടപ്പോൾ അവന് മനസ്സലിവുണ്ടായി. അവൻ്റെ അരികിലേക്ക് ചെന്നു. അവൻ്റെ മുറിവുകളെ കെട്ടി. ഈ മുറിവുകളെ കെട്ടുമ്പോൾ ഇവൻ്റെ കൈകളിൽ ചെളി പറ്റുമോ? ഇവൻ്റെ വസ്ത്രത്തിൽ ചെളി പറ്റുമോ? എന്നിട്ടും അവൻ ആ മുറിവുകളെ കെട്ടി എണ്ണ കൊണ്ട് അവൻ്റെ മുറിവുകളെ തേച്ചു. അതിനുശേഷം അവൻ്റെ വാഹനത്തിൽ അവൻ കയറ്റി വഴി സത്രസൂത്തിപ്പുകാരനടുത്ത് കൊണ്ടേയാക്കി. എൻ്റെ ശരീരത്തിൽ നന്മയുണ്ടെന്ന് വരികിൽ ഞാൻ ഈ നല്ല ശമരിയനായി മാറും. എന്നാൽ എൻ്റെ ബുദ്ധിക്കെതിരായി പ്രവർത്തിക്കുന്ന, എൻ്റെ ബുദ്ധി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രമാണമുണ്ടെങ്കിൽ ഞാൻ ആ വഴി മാറിപ്പോവുക തന്നെ ചെയ്യും. ഇവിടെ പറയുന്നു, എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപ പ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അതെന്നെ ബദ്ധനാക്കി കളഞ്ഞിരിക്കുന്നു. 24. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? പൗലോസ് പറയാ. അതുകൊണ്ട് പറയാ, പൗലോസ് പറയാ, ഞാൻ ആരാണെന്ന് പറയാ? അരിഷ്ട മനുഷ്യനെ. തമ്പുരാൻ ആഗ്രഹിച്ചത് എന്നിൽ കൂടെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ഇതിനെ വേറെ ഒത്തിരി വ്യാഖ്യാനിക്കുന്നവരുണ്ട്. മറ്റൊരു തലത്തിലല്ല ഞാനീ പറയുന്നത്. പൗലോസ് പറയാ, ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്തിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാതിരിക്കുന്നതിന്റെ കാരണം എന്നിൽ പ്രവർത്തിക്കുന്ന പാപമാ, പാപത്തിന്റെ പ്രമാണമാ. എന്നെ തടയുന്ന ഒരു ശക്തിയുണ്ട്. ഇത് കണ്ടിട്ട് പൗലോസ് പറയും, എനിക്ക് ചെയ്യാൻ, കർത്താവ് ചെയ്തത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ അത് ചെയ്യാൻ പറ്റാതിരിക്കുന്നതിന്റെ കാരണം നിങ്ങൾക്ക് ചിലതിൽ പോകണ്ട എന്ന് പ്രമാണം പറഞ്ഞിട്ടുണ്ട്. ഇടയില്ലപ്പണ കൂടണ്ട. ആരാധന മുടക്കല്ലേ? നിങ്ങൾ മുടക്കും. മുടക്കുന്നതിന്റെ കാരണം എന്നാ? നിങ്ങളിൽ പാപത്തിന്റെ ഒരു പ്രമാണം നിങ്ങളിൽ അകത്ത് കിടക്കുന്നുണ്ടാ. ആരാധനയ്ക്ക് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നില്ല. അപ്പൊ ഇങ്ങനൊരു പ്രമാണം ആരിൽ കാണുന്നു എന്ന് പൗലോസ് പറയുന്നു? എൻ്റെ ശരീരത്തിനകത്ത് കാണുക. എന്നിട്ട് പറയുക, അത് കണ്ടപ്പം പൗലോസ് പറയാ, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ഈ അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പൊ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതിന് ഓപ്പോസിറ്റായി ഇത് എവിടെ സംഭവിച്ചതാ? ഉൽപ്പത്തി പുസ്തകം മുതൽ ഉൽപ്പത്തിക്കകത്ത് വന്നപ്പോൾ ഇത് തന്നെയായിരുന്നു. ദൈവം പറഞ്ഞതിനോട് മറുതലിപ്പ് കാണിച്ചു. ദൈവം പറഞ്ഞു, ഈ പറഞ്ഞിരുന്നാൾ നിങ്ങൾ മരിക്കും. പക്ഷെ ഇവരെന്ത് ചെയ്യാൻ പോയി? ഇവരുടെ അവയവം അതിനെ ഭക്ഷിപ്പാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. ഇതാരാ പ്രേരിപ്പിക്കുന്നേ?
പിശാച പ്രേരിപ്പിക്കുന്നേ. നീ മരിക്കത്തില്ല, നീ ജീവിക്കത്തേ ഉള്ളെന്ന് പറഞ്ഞു കൊടുക്കുന്നതാ. ഈ ഫലം ആര് ഭക്ഷിച്ചു? അവർ ഭക്ഷിച്ചപ്പോൾ അവർക്ക് മരണമുണ്ടായി. ഇവിടെ പൗലോസ് പറയും, ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നിൽ ഉണ്ടെങ്കിലും ആ സ്നേഹം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ചെയ്യാൻ പറ്റുന്നില്ല. ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് യേശു പറഞ്ഞു അല്ലേ? കർത്താവിൻ്റെ നാമത്തിന് കർത്താവ് പറഞ്ഞു, ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെ മതി എന്ന് വെപ്പീൻ. നിങ്ങൾക്കൊരു കുറവുമില്ലാതെ ഞാൻ നിങ്ങളെ നടത്തിക്കോളാം എന്ന് പറഞ്ഞ പ്രമാണത്തിനകത്ത് ഇന്ന് നിൽക്കുന്നവർ എത്ര പേരുണ്ട്? അപ്പൊ ഓർത്തു നോക്കി, ഇതിനെ ഭരിക്കുന്ന ഏത് ആത്മാവാ? ജഡത്തിന്റെ ഒരു ആത്മാവുണ്ട്, പാപം. ആമേ വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവ് കുറച്ചുകൂടെ നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ മത്തായി സുവിശേഷം എടുത്ത് 6-ാം അധ്യായം 13-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിങ്ങളെ വിടുവിക്കണമേ, രാജ്യവും ശക്തിയും മഹത്വം. അപ്പൊ നമുക്ക് ആഗ്രഹമുണ്ട് നന്മ ചെയ്യണം. ഇപ്പൊ പിടികിട്ടുന്നുണ്ടോ? പൗലോസ് പറഞ്ഞു വെച്ചു, ഞാനൊരു അരിഷ്ട മനുഷ്യനാ, പക്ഷെങ്കിൽ എന്നെ അവിടെ മുഴുവൻ ഇങ്ങനെയുള്ള പ്രതിസന്ധിയിൽ എന്നെ കൊണ്ടുപോയി ഇടാതിരിക്കണമെന്ന് വരികിൽ ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ കണ്ടോ? ഈ ദുഷ്ടങ്കിൽ നിന്ന് പറയുന്ന മനസ്സിലായോ? ദുഷ്ടൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അയലോക്കത്തെ അതിരുമാന്തിയവൻ എന്നൊക്കെ ചില പോകുന്ന കൺസെപ്റ്റ്, അല്ലെങ്കിൽ അഹ്റോന് ഫറവോന്, ഇതൊക്കെ അങ്ങനെ കാണുന്നത്. ഇവിടെ അങ്ങനല്ല. ദുഷ്ടൻ എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ നിങ്ങളുടെ അകത്തറിയണം. നിങ്ങളുടെ അകത്ത് വരുന്ന ചിന്തയ്ക്കകത്താ. നന്മ ചെയ്യാൻ ആഗ്രഹിക്കാത്തവൻ തിന്മ ചെയ്യുന്നു. അതിനെയാണ് പൗലോസ് പറയുന്നത്, ഞാനൊരു അരിഷ്ട മനുഷ്യൻ എന്ന് പറയുന്നു. ഇവിടെ നിന്ന് ഇവിടെ പറയുന്നു, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണം. എന്തിനു വേണ്ടി? രാജ്യവും ശക്തിയും മഹത്വവും രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാ. ഇതിൽ നിന്ന് എന്നെ ആർക്ക് വിടുവിക്കാൻ പറ്റും? ദൈവത്തിന് എന്നെ വിടുവിക്കാൻ പറ്റും. ആമീൻ. നമ്മുടെ ജീവിതത്തെ നമ്മൾ വിചിന്തനം ചെയ്തോണം. ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അതിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുന്നില്ല. കാരണം ഇതിനോട് നമ്മളെ അതിലെത്തിക്കാതിരിക്കാൻ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഇന്ന് പകൽ തിരിച്ചറിയണം. നമ്മളിലെ വഴികളെ തടഞ്ഞു കളയുന്ന ഒരു ശക്തിയുണ്ട്. ഏതിന് സന്തോഷത്തോടെ ജീവിച്ചവർ ഏതിൻ്റെ പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നു, പിശാച് ആഗ്രഹിക്കുന്നു. അപ്പൊ ഈ ഒരു സാന്നിധ്യം, ഈ ഒരു ശക്തി എന്തുണ്ട്? അതാര്? പൗലോസ് പറയും, അതെവിടെ കാണുന്നു? എൻ്റെ ശരീരത്തിൽ കാണുകയാ. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. 1 പത്രോസിലേക്ക് വേഗത്തിൽ. 1 പത്രോസ് 5-ാം അധ്യായം. 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിക്കും. അതുകൊണ്ട് തക്ക സമയത്ത് ഉയർച്ച വരണമെങ്കിൽ എന്ത് ചെയ്യണം? അവന്റെ കൈക്കീഴിൽ നമ്മൾ താന്നിരിക്കണം. നെകളം കൊണ്ടിടുന്നത് പിശാച. നമ്മൾ എന്തൊക്കെ ആയെന്ന് തോന്നിക്കുന്ന പിശാച. നമ്മുടെ കൈകളിൽ അത്ഭുതം നടക്കുമ്പോൾ നമ്മുടെ കഴിവാണെന്ന് നമുക്ക് തോന്നുന്നത് പിശാചിന്റെ പ്രവൃത്തിയാ. നമ്മൾ എങ്ങനെ ഇരിക്കാൻ പറയുന്നു? ആമേൻ. പത്രോസ് അപ്പോസ്തലൻ പറയുക, അതുകൊണ്ട് പിശാച് നിന്നെ ഉപയോഗിക്കാതിരിക്കണമെന്ന് വരികിൽ, നീ നന്മ ചെയ്യണമെന്ന് വരികിൽ, ക്രിസ്തുവിന്റെ ഭാവം നിന്നിൽ ഉണ്ടാകണമെന്ന് വരികിൽ, ഇവിടെ പറയുന്നു അതുകൊണ്ട് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ, നിങ്ങൾക്ക് നന്മ ചെയ്യണമെന്ന് വരികിൽ, തക്ക സമയത്ത് നീ പ്രവർത്തിക്കണമെന്ന് വരികിൽ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് നീ താന്നിരിക്കണം. ഞാനൊരു അനിഷ്ട മനുഷ്യൻ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ദൈവസന്നിധി താഴ്മയുള്ളവനായി മാറണം. അവനെ തമ്പുരാൻ ഉപയോഗിക്കും. ഹല്ലേലൂയ. 7-ാമത്തെ വാക്യം പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. പിശാചിന് പ്രവർത്തിക്കാതിരിക്കണമെന്ന് വരികിൽ എന്റെ ചിന്ത ആരിലായിരിക്കണം? ഇവിടെ നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വന്നേ.
അടുത്ത തലങ്ങളിലേക്ക് ദൈവം തമ്പുരാൻ നിങ്ങളെ ഉപയോഗിക്കാൻ തുടങ്ങും. അടുത്ത തലങ്ങളിൽ ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങും. ഞാനിതിനെ ഒരുപാട് സമയം ഇങ്ങനെ ഒത്തിരി സമയം ഇരുന്ന് എൻ്റെ പുറകിൽ നിന്ന് പ്രാർത്ഥിക്കപ്പെടാൻ ദൈവനോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയത്. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്തകളും നിങ്ങൾ അവൻ്റെ കൈക്കീഴി താന്നിരിക്കുക എന്ന് പറയുമ്പോൾ 1, 2 നിങ്ങളുടെ ചിന്ത ആരിലാകണം? എൻ്റെ കൂടെ വരുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ഭാരങ്ങൾ, നിങ്ങളുടെ പ്രയാസങ്ങൾ, നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നന്മകൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുള്ള ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ചിന്ത ആരുടെ കയ്യിൽ ഏൽപ്പിക്കണം? ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം. അവൻ തക്ക സമയത്ത് ഉപയോഗിക്കുവാൻ. ഹല്ലേലൂയ. അവൻ നമ്മുടെ അകത്തറിയണം, നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? കരുതുന്നവനാകിയാൽ നിങ്ങളുടെ ചിന്ത ആരിൽ ചെല്ലണം? ദൈവത്തിൽ ചെല്ലണം. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ സകല ചിന്തകളും ആകെ കരുതുന്ന നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. എന്നിട്ട് 8ാമത്തെ വാക്യം, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങണ്ടു. ഇതാണ് പിശാചിന്റെ പദ്ധതി. അപ്പൊ നമ്മുടെ മൈൻഡ്, നമ്മുടെ ചിന്ത എവിടെ ചെല്ലണം? ആരുടെ കൊടുക്കണം? കർത്താവിന്റെ കൊടുക്കണം. കർത്താവിന്റെ കൊടുക്കാതിരുന്ന കാര്യം അവൻ ഇവിടെ വായിക്കുന്നു, നിർമ്മരായിരിക്കണം, ഉണർന്നിരിക്കണം. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങണ്ടു എന്ന് തിരിഞ്ഞു ചുറ്റി നടക്കുന്നു. നിങ്ങൾക്ക് ചുറ്റും നടപ്പുണ്ട്. എന്തുകൊണ്ടെന്ന് നിങ്ങൾ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നന്മ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടത് ചെയ്യിക്കാതിരിപ്പാൻ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടേ? പിടികിട്ടുന്നു നിങ്ങളുടെ അകത്ത്. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു നന്മ ചെയ്യാൻ നിങ്ങളങ്ങ് പ്ലാൻ ചെയ്തു, ഒരാൾക്കൊരു എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ തീരുമാനിച്ചു. അതിനെ ചെയ്യിക്കാതിരിക്കണമെന്നുള്ള ആരുടെ ആഗ്രഹമാണ്? പിടികിട്ടുന്നോ? നിങ്ങളൊരു നന്മ ചെയ്യുന്നത് കാണുമ്പോഴാണ് ജനം പറയുന്നത്, പണ്ടായിരുന്നേ അവരൊന്നും ചെയ്യത്തില്ലായിരുന്നു, പക്ഷെ ഇന്ന് അവർ പ്രാർത്ഥനയ്ക്കൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ അവർ നന്മ ചെയ്യുന്നവരാണ്. പണ്ട് അവർ വീട്ടിൽ ചെന്ന വെള്ളം പോലും കോരിക്കത്തില്ലായിരുന്നു. ഇന്നവർ കർത്താവിനെ അറിഞ്ഞപ്പോൾ ഇത് കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളുണ്ട്, അതാ പിശാച്. ഇന്ന് പകലിൽ അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യാ പറയുക? നിങ്ങൾ ഉണർന്നിരിക്കണം. ഇവിടെ പറയുക, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങണ്ടു, ആരെങ്കിലും വിഴുങ്ങാൻ എന്ത് ചെയ്തോണ്ടിരിക്കുക? ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളുടെ അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, യോഹന്ന 10:10 പറഞ്ഞു, പിശാച് വരുന്നത് അറപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും, ഞാനോ സമൃദ്ധിയായി ജീവൻ എന്ന ദൈവത്തിന്റെ ജീവൻ നമ്മുടെ മേൽ പകരപ്പെടാനാ. നന്മയ്ക്ക് പ്രതിഫലമുണ്ട്. നിങ്ങൾ ഓടിയിട്ടുണ്ടെങ്കിൽ ഓട്ടത്തിന് പ്രതിഫലമുണ്ട്. നിങ്ങൾ കർത്താവിന്റെ നാമത്തിൽ എന്ത് ചെയ്താലും അവൻ ആർക്കും കടക്കാരനല്ല, അവൻ 100 മടങ്ങായി മടക്കി കൊടുക്കുന്നവനാ. ഇന്ന് പകലറ ഇത് ചെയ്യരുതെന്ന് ആരാഗ്രഹിക്കുന്നു? വേല ചെയ്താലേ കൂലിയുള്ളേ ആണേ. രാവിലെ നിങ്ങളുടെ വീട്ടിൽ ഒരാൾ പണിക്ക് വന്നു, അവൻ തൂമ്പാ ചാരി വെച്ച് അവിടെ കടല കിടന്ന് ഉറങ്ങിയാൽ നിങ്ങൾ വൈകിട്ട് കൂലി കൊടുക്കുവോ? ഇല്ല. വേല ചെയ്താൽ എന്ത് ചെയ്യും? കൂലിയുണ്ട്. നിങ്ങൾ കർത്താവിന് വേണ്ടി എന്ത് പ്രവർത്തിച്ചാലും അതിന് 100 മടങ്ങ് കർത്താവ് തിരിച്ചു കൊടുക്കും. പക്ഷെ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാതിരിപ്പാൻ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാതിരിപ്പാൻ പിശാച് പദ്ധതിയുമായി പുറകെ നടപ്പുണ്ട്. പിടികെട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇത് വ്യാപരിക്കുന്ന, ഇന്ന് പകൽക്കാലം പറഞ്ഞ കൂടോത്രത്തിനകത്തല്ല. കൂടോത്രക്കാരൻ ഇത്രയേ ഉള്ളൂ, അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കൂടോത്രം ചെയ്താലും കർത്താവ് പറഞ്ഞു ഒരു ബാധയും നിങ്ങളുടെ കൂടാരത്തിൽ അടുക്കത്തില്ല. പിന്നെ ഈ അടുക്കുന്നത് ഇതിൽ കൂടാ, എൻ്റെ ശരീരങ്ങൾ കൂടാ, എൻ്റെ അവയവങ്ങളിലാണ് വെളിപ്പെടുന്നത്, എൻ്റെ ബുദ്ധിയിലാണ് വെളിപ്പെടുന്നത്. പിശാച് പ്രവർത്തിക്കുന്ന എൻ്റെ ബുദ്ധിക്കകത്താ. അത് വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. അതിനെ എൻ്റെ നാവ് കൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ പാപം ചെയ്യുന്നത്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിനകത്ത് പറയുമ്പോൾ നിങ്ങൾ എഴുതി വെച്ചാൽ മതി, വായിച്ച് വീട്ടിൽ ചെന്ന് നോക്കിയാൽ മതി. യെശയ്യാവിനോട് പറയുന്ന ഭാഗങ്ങളിനകത്ത് കിടപ്പുണ്ട്. ഹല്ലേലൂയ. അപ്പം നമ്മുടെ അകത്തറിഞ്ഞ് നമ്മുടെ നന്മയെ തടഞ്ഞു കളയുന്നത് ആരാ?
ഹലോ, പിടികിട്ടുന്നുണ്ടോ? നമുക്ക് വരാൻ പോകുന്ന അനുഗ്രഹത്തെ തടഞ്ഞു കളയുന്നത്, നമ്മുടെ ഉയർച്ചയെ തടഞ്ഞു കളയുന്നത് നമ്മുടെ ശരീരത്തിൽ വ്യാപരിക്കുന്ന ശക്തിയാ. അതൊരു പ്രമാണമാണെന്ന് പറയുക. അത് പാപത്തിന്റെ പ്രമാണമാ. നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പ്രവർത്തിക്കാൻ പറ്റുന്നില്ല, പ്രവർത്തിക്കാതിരിക്കാൻ. അതുകൊണ്ടാണ് ബൈബിൾ പറയുകയാണ്, അതുകൊണ്ട് നിങ്ങളുടെ എന്ത് ചെയ്യണം, നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിടണം. ഒരു അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്ത് പ്രവർത്തിക്കുന്നുവെങ്കിലും ദൈവത്തിന്റെ ഹിതത്തിലേക്ക് വരണം. ഇവിടെ പറയുന്ന വാക്കൊഴിച്ചോ, ഇവിടെ അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല, ആര് കരുതാമെന്ന് പറഞ്ഞു? ദൈവം കരുതും. നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. എന്നിട്ട് പറയുക, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങണ്ടു എന്ന് തിരിഞ്ഞു ചുറ്റി നടക്കും. അപ്പൊ പിശാചിന്റെ പദ്ധതി എന്ത് ചെയ്യുന്ന? പിശാചിന്റെ പദ്ധതി, നിങ്ങൾ പറയൂ, ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ, ഞാൻ പാവമൊന്നും ചെയ്യുന്നില്ല, ഞാൻ വിശുദ്ധനായിട്ട് ജീവിക്കുന്നല്ലേ. കർത്താവ് ആഗ്രഹിക്കുന്ന എങ്ങനാ? ക്രിസ്തു ആഗ്രഹിക്കുന്ന ആ ആത്മാവിനെ. ഏതാത്മാവാ നിങ്ങളുടെ മേൽ പകരപ്പെട്ടെ? യേശുവിൻ്റെ മേൽ പകരപ്പെട്ട അതേ പരിശുദ്ധാത്മാവാ. എന്നിട്ട് പറഞ്ഞ് യേശുവിനെ പോലെ ആകുവാനാ, അല്ലേ? അപ്പൊ ഇതിലേക്ക് നിങ്ങളെ നന്മയിലേക്ക് വിടാൻ, നിങ്ങളുടെ വഴികളെ അടച്ചു കളയുന്നത്, നിങ്ങളുടെ അനുഗ്രഹത്തെ തടഞ്ഞു കളയുന്നതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതുകൊണ്ട് പറഞ്ഞു, അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ചുറ്റിത്തിരിഞ്ഞു. അപ്പൊ നമ്മൾ ബ്ലെസ്സിങ്ങിലേക്ക് പോകാതിരിക്കുന്നത്, അനുഗ്രഹത്തിലേക്ക് പോകാതിരിക്കുന്നതിന് കാരണം നമ്മുടെ കൂടെ പിൻപറ്റുന്ന ഒരു ശക്തിയുണ്ട്. അതിനെ ജയിക്കണം. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം എടുത്തേ, 4-ാം അധ്യായം 7-ാമത്തെ വാക്യം. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വാക്യം. 4-ാം അധ്യായം യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ ദൈവത്തിന് എന്ത് ചെയ്യണം? കീഴടങ്ങുവീൻ. എന്നിട്ട് എന്ത് ചെയ്യണം? പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അപ്പൊ ആർക്ക് കീഴ്പ്പെട്ട് നിൽക്കണം? പിടികിട്ടുന്നുണ്ടോ? ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവഹിതം എൻ്റെ മേൽ വരണം. ദൈവത്തിന്റെ ഇഷ്ടമല്ലാത്തത് എൻ്റെ മേൽ വരണ്ട. നിങ്ങളുടെ അകത്തെ മൈൻഡിനകത്ത് ചിന്തിക്കുന്നുണ്ടോ? ചിലപ്പം ചിലപ്പം നമ്മളോട് ചിലപ്പം നമ്മളൊരു മീറ്റിങ്ങിന് പോയി അവിടെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പം അവർ നമുക്കൊരു കവർ കൊണ്ട് തരും. പലയിടത്തുനിന്ന് ഞാൻ മേടിക്കാതിരുന്നിട്ടുണ്ട്. എൻ്റെ അകത്തിരിക്കുന്ന, അല്ലെങ്കിൽ കർത്താവിൻ്റെ ആത്മാവിനോട് പറയാം, മേടിക്കണ്ട, ഞാൻ മേടിക്കാൻ പോകുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ കിലോമീറ്ററുകൾ ദൂരം ഓടിപ്പോയി പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ട്. ഇവിടുത്തെ കുമളി ദേശത്തോളം വരെ കടന്നു പോയിട്ടുണ്ട്. അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ട്. പ്രാർത്ഥിച്ചിട്ട് ഇത്രയും കിലോമീറ്റർ കാർ ഓടിച്ച് ചെല്ലുന്ന അവർ ഒന്ന് കവർ തരുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് പറയും വേണ്ട എന്ന് പറയും, മേടിക്കാതിരുന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ അകത്തെ ചിന്തയ്ക്കകത്ത് വരേണ്ട ഒരു കാര്യം പറയുന്നു. ആകയാൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ എല്ലാ പ്രവർത്തികളും ദൈവത്തിന് എന്ത് ചെയ്യണം? കീഴടങ്ങണം. എന്നിട്ട് പറയുക, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. എന്നിട്ട് വേണം പിശാചിനോട് ദൈവത്തിൽ കീഴടങ്ങിയിട്ട് വേണം പിശാചിനോട് എതിർക്കാൻ. ദൈവത്തിന്റെ സന്നിധി താഴ്മയോടെ, നമ്മുടെ നെകളവും നമ്മുടെ അഹങ്കാരവും ഒക്കെ ഒന്ന് താത്തു വെച്ചിട്ട് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? താഴ്മയോടെ ഇരുന്നിട്ട് വേണം പിശാചിനോട് എതിർക്കുവാൻ. പിടികിട്ടുന്നോ? അങ്ങനെ വരുമ്പോൾ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടി. അപ്പോൾ ദൈവത്തിന് കീഴടങ്ങുന്നവന്റെ മേൽ, ദൈവത്തിൽ കീഴടങ്ങിയിരിക്കുന്നവന്റെ മേൽ പിശാചിന് ഒരു പദ്ധതി ഇടാൻ പറ്റത്തില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ, ഇന്ന് പകൽ ദൈവത്തിൽ കീഴടങ്ങപ്പെട്ടിരിക്കുന്നവനാണെങ്കിൽ, അബ്രഹാമിനെ ദൈവം തമ്പുരാൻ അബ്രഹാമിനെ നിങ്ങൾ ചുമ്മാ ഒന്ന് നോക്കിക്കോ. അബ്രഹാമിന് ദൈവം വാഗ്ദത്ത പ്രകാരം 100-ാമത്തെ വയസ്സിൽ ഒരു തലമുറയെ കൊടുത്തു. അവന്റെ പേര് ഇസഹാക്ക്. ഒരു ദിവസം ദൈവം ഇറങ്ങി അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, അബ്രഹാമേ എന്ന് വിളിച്ചു. അടിയനിതാ എന്ന് പറഞ്ഞു, നീ ഏറ്റവും സ്നേഹിക്കുന്ന നിന്റെ മകനെ മോറിയയുടെ ദേശത്ത് കൊണ്ടുവന്ന് എനിക്ക് വേണ്ടി യാഗമാക്കുവാൻ പറയുന്നു. ദൈവത്തിൽ കീഴടങ്ങുന്നവൻ
പിറ്റേ ദിവസം പ്രഭാതമായപ്പോൾ 3 ദിനം നടന്ന് 3-ാമത്തെ ദിവസം മൂറിയാമല അകലെ നിന്ന് കാണുന്ന ഒരു അബ്രഹാമിനെ നമുക്ക് കാണാം. ദൈവത്തിൽ കീഴടങ്ങിയിരിക്കുന്നവനോട് പറയുക, നിന്റെ തലമുറയെ ഞാൻ അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കും. ഇന്ന് പകലെ ആത്മാവിനകത്ത് തിരിച്ചറിയണം, നീ ദൈവത്തിന് കീഴടങ്ങിയിരിക്കുന്നവനാണെങ്കിൽ, ദൈവത്തിന്റെ വാക്ക് കേട്ട് നടക്കുന്നവനാണെങ്കിൽ, ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവനാണെങ്കിൽ, ഇന്ന് പകൽ അറിഞ്ഞോ, നിന്റെ തലമുറ അനുഗ്രഹിച്ച് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു പറഞ്ഞു, മനസ്സാന്തരപ്പെടുവീൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാ, പിശാച് നിങ്ങളെ വിട്ട് മാറിപ്പോണമോ? പിശാചിന്റെ ശക്തി നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് മാറിപ്പോണമോ? നിങ്ങളുടെ ഉയർച്ച നിങ്ങൾക്ക് വരണമോ? നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടണമോ? ഒരൊറ്റ കാര്യം എന്നോർത്തോ, അവനെ കീഴടങ്ങാൻ റെഡിയാകുക. നിന്റെ അഹന്ത താഴെ വെക്കാൻ റെഡിയാകുക. നിന്റെ അനുഗ്രഹിക്കപ്പെട്ട പല കുടുംബങ്ങളും പിന്നീട് ചെതറിപ്പോയതിന്റെ കാരണം എന്നാണെന്നറിയോ? ദൈവത്തിൽ കീഴടങ്ങപ്പെടാത്തത് കൊണ്ട്. ചില തലമുറകളെ തമ്പുരാൻ തീർത്തു കളഞ്ഞെന്ന് കണ്ടിട്ടുണ്ട്. ചില മക്കൾ നശിച്ചു പോകുന്ന വഴികൾ നിറകുന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടെന്നറിയുമോ? ഇത് നിന്റെ കഴിവ് കൊണ്ടോ എന്റെ ശക്തി കൊണ്ടോ അല്ല. പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, ഒരുവനെ നടക്കുമാറാക്കിയപ്പോൾ പറയുന്നു, എന്റെ ഭക്തി കൊണ്ടോ എന്റെ ശക്തി കൊണ്ടോ അല്ല, അവന്റെ കരുണയൊന്ന് മാത്രമാ. ഇന്ന് പകൽക്കാലം ആ ദൈവത്തെ ആരാധിക്കുവാൻ റെഡിയാകണം. ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ റെഡിയാകണം. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ശക്തിയെ നീ ജയമെടുത്തേ മതിയാകത്തുള്ളൂ. നിന്നെ ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങിയിരിക്കുന്നവരായി മാറണം. അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടതിന്റെ കാരണം ദൈവത്തിന് കീഴടങ്ങുന്നവനായിരുന്നു. ഇസ്ഹാക്ക് അനുഗ്രഹിക്കപ്പെട്ടതിന്റെ കാരണം ഇസ്ഹാക്ക് വിതച്ചപ്പോൾ 100 മേനി വിളഞ്ഞെങ്കിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അവന്റെ അപ്പൻ കീഴടങ്ങപ്പെട്ട പോലെ അവന് കീഴടങ്ങപ്പെടുന്നവനായിരുന്നു. ഇന്ന് പകൽ ആത്മാവിനകത്ത് ഞാൻ വിളിച്ചു പറയാം, കീഴടങ്ങി ഇരിക്കുന്നവന്റെ തലമുറയെ ദൈവം തമ്പുരാൻ ഉയർത്തുക തന്നെ ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ കീഴടങ്ങി ഇരിക്കുന്നവൻ, പിശാചിനോട് ഹല്ലേലൂയ, കീഴടങ്ങി ഇരിക്കുന്നവനെ ഒരു പിശാചിനും തൊടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ജഡത്തിൽ നീ അഹങ്കരിക്കരുത്. നിന്റെ സൗന്ദര്യത്തിൽ അഹങ്കരിക്കരുത്. നിന്റെ സമ്പത്തിൽ അഹങ്കരിക്കരുത്. നിന്റെ വാഹനത്തിൽ നീ അഹങ്കരിക്കരുത്. നിന്റെ സൗന്ദര്യത്തിൽ അഹങ്കരിക്കരുത്. നിന്റെ മക്കൾ നീ അഹങ്കരിക്കരുത്. അവന്റെ കൃപയാലാണെന്ന് പറയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. താഴ്ന്നിരിക്കാൻ റെഡിയാണെങ്കിൽ, താഴ്ന്നിരിക്കാൻ ഇടയാണെങ്കിൽ നിനക്ക് വഴിയും വാതിലും സ്വർഗത്തിലെ ദൈവം ഒരുക്കും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഏറ്റവും വലുത് ദൈവത്തിന്റെ സന്നിധി താഴ്ന്നിരിക്കുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. ദൈവം പറയുന്ന വാക്ക് നിങ്ങൾ കേട്ടോ. യാക്കോബ് പറയുക, ദൈവത്തിന് എന്ത് ചെയ്യണം? കീഴടങ്ങണം. എങ്കിലേ പിശാച് നിങ്ങളെ വിട്ടുപോകുള്ളൂ. പിശാച് അറക്കാനും വേണ്ടി നിങ്ങൾ നോക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ചിന്തയ്ക്കകത്തൊരു ഇത് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഒത്തിരി ന്യായീകരണങ്ങൾ പറയും. പക്ഷേ പിശാചിന് ഇടം കൊടുക്കല്ലേ. ഇവിടെ പറയുന്നു, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അത് നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പൊക്കോളൂ എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ സന്നിധി കീഴടങ്ങുന്നവൻ. ഞാൻ എപ്പോഴും പറയുന്നു, എന്ത് നിങ്ങൾ ചെയ്താലും ഇടങ്കൈ ചെയ്യുന്ന എന്ത് ചെയ്യരുത്? അറിയല്. നിങ്ങൾ എന്ത് നന്മ ചെയ്താലും മറ്റാരും അറിയല്. നിങ്ങൾ ചെയ്യുന്നയാൾ നിങ്ങൾ മാത്രം അറിയട്ടെ. നിങ്ങൾ കണ്ടിട്ടില്ലേ, പണ്ട് ചർച്ചുകളിലൊക്കെ ഫാൻ, പഴയ കാലഘട്ടത്തിൽ ഫാൻ കൊടുക്കുന്ന കാലമുണ്ട്. ഫാന് ഇന്ന് വലിയൊരു സംഭവം, ഇന്നൊന്നുമല്ല. അതിലെല്ലാം എഴുതി വെക്കും, ഇന്നയാടെ വക, കണ്ടിട്ടുണ്ടോ? എന്നിട്ട് ആ ഫാനിൻ്റെ ചോട്ടിൽ പോയി നിൽക്കും. എന്നിട്ട് അടുത്ത് വയ്ക്കുന്നുണ്ട്, കാറ്റുണ്ടോ? കാറ്റുണ്ട്. മുകളിലോട്ട് പോകുമ്പോൾ അവൻ്റെ പേരതെ കാണും. ഇതിലാര് പ്രസാദിക്കത്തില്ല. നിങ്ങളുടെ അകത്ത്, നിങ്ങൾ ആർക്ക് വേണ്ടി ചെയ്യുന്നു നിങ്ങളുടെ അകത്ത് വിശ്വസിക്കണം. ദൈവത്തിൽ കീഴടങ്ങി ദൈവത്തിൻ്റെ ഹിതപ്രകാരം. നിങ്ങൾക്ക് ചിലപ്പം താല്പര്യം ഉണ്ടായിരിക്കത്തില്ല, അല്ലെങ്കിൽ ഇല്ലായിരിക്കാം. പക്ഷെ നിങ്ങൾ അത്രയും സ്ട്രഗിൾ ചെയ്യുന്ന ആരോടുള്ള സ്നേഹത്തിൻ്റെ പുറത്താ. ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളിൽ എപ്പോഴും നിലനിൽക്കണം. നിങ്ങൾ പിടികിട്ടുന്നുണ്ടോ? ഞാൻ ഈ പറഞ്ഞു കൊണ്ടുവരുന്നതിൻ്റെ കാരണം, ഈ നാളുകൾ അവസാനിക്കുന്ന വലിയൊരു ബ്ലെസ്സിങ്ങിലേക്ക് ദൈവം മാറ്റും.
ഹല്ലേലൂയ, വലിയൊരു അനുഗ്രഹത്തിലേക്ക് മാറ്റും. ചില വാതിലുകളൊക്കെ ദൈവം ഈ ദിവസങ്ങളിൽ തുറക്കപ്പെടാൻ പോവുക. ഹല്ലേലൂയ, ദൈവം ചില വാതിലുകളെ ദൈവം ഈ നാളുകളിൽ തുറക്കപ്പെടാൻ പോകുന്ന ആത്മാവ് വ്യക്തതയോടെ പറയുക. ഇന്ന് വരെ ആർക്കും നിഷേധിക്കാൻ മേലാത്ത ചില അടയാളങ്ങൾ ദൈവസഭയ്ക്കകത്ത് ദൈവം വെളിപ്പെടുത്തുമെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കട്ടി കൂടിയ ഒരു മേഖലയ്ക്കകത്ത് കടന്നു പോകുന്നത്. അപ്പൊ നമ്മളെ അകത്തറിയണം. നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ പൂർണ്ണമായി താഴ്ന്നിരിക്കുന്നവരാകണം. അന്ന് ഈ സദൃശവാക്യത്തിലേക്ക് വേഗത്തിൽ നിന്ന് വന്നേ. സദൃശവാക്യം അതിൻ്റെ 18-ാമത്തെ അധ്യായം. സദൃശവാക്യങ്ങൾ 18-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന്. യഹോവയുടെ നാമം എന്നതാ? ബലമുള്ളതാ. നീതിമാൻ എന്ത് ചെയ്യും? അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. നീതിമാന് ദൈവത്തെ താഴ്ന്നിരിക്കുന്നവന് എവിടെ ചെല്ലാൻ പറ്റും? നിങ്ങളൊരു വിഷയത്തിന്റെ മുകളിൽ നിൽക്കുക ആണേ, എല്ലാത്തിനേക്കാൾ മുഖ്യം നിങ്ങൾ ദൈവത്തിന് കൊടുത്തു നിൽക്കുക. എന്തിനേക്കാൾ പ്രാധാന്യം? എന്തിലും പ്രാധാന്യം? നിങ്ങൾക്ക് ഏത് സാഹചര്യങ്ങൾ പ്രതികൂലമായാലും നിങ്ങൾ എന്ത് ചെയ്യുക? ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരാ, ദൈവത്തിൽ കീഴടങ്ങിയിരിക്കുന്നവരാ. നിങ്ങളുടെ ഒരു പ്രതികൂലം വന്നു, ഒരു പ്രതിസന്ധി വന്നു. ഇവിടെ പറയുന്നത് എങ്ങനെ വാക്യം? നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് വരിക. അവനെ ദൈവം വിടുവിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ദൈവസന്നിധി താഴ്ന്നിരിക്കുന്നവനെ തമ്പുരാൻ ഉയർത്തും. ഇന്ന് പകൽ നിങ്ങൾ എഴുതി വെച്ചോ, അവൻ ദൈവസന്നിധിയിൽ ഒരുവൻ താഴ്ന്നിരിക്കാൻ തയ്യാറാണെങ്കിൽ രാത്രിയും പകലും നിങ്ങൾ ഈ പകല് നിങ്ങൾ നോക്കിയോ, ദൈവസന്നിധി താഴ്ന്നിരുന്ന ഒരു മനുഷ്യനുണ്ട്. അവന്റെ പേര് യോബ് എന്നാ. യോബ് സാഹചര്യങ്ങൾ മുഴുവൻ പ്രതികൂലങ്ങൾ വന്നു, സാഹചര്യങ്ങൾ വന്നു. കുടുംബം, തലമുറകൾ നഷ്ടപ്പെടുന്നു, സമ്പത്ത് നഷ്ടപ്പെടുന്നു, മൃഗാദികൾ നഷ്ടപ്പെടുന്നു, എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോഴും അവൻ പറയുന്നു, ദൈവം തന്നു, ദൈവം എടുത്തു, അവന്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവന്റെ ശരീരം മുഴുവനും വ്രണങ്ങൾ കൊണ്ട് വരുമ്പോഴും അവൻ ഓടുകൊണ്ട് ചരണ്ടിക്കൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവവചനം പറയുന്നു 42-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോബിനെ കുറിച്ച് ദൈവം പറയുന്നുണ്ട്. ഈ യോബിന് നഷ്ടപ്പെട്ടത് മുഴുവൻ ഇരട്ടിയായിട്ട് തമ്പുരാൻ മടക്കി കൊടുത്തെങ്കിൽ ഈ യോബ് ഇരുന്നത് അവന്റെ പാദപീഠത്തിലായിരുന്നു. ഇന്ന് പകൽ പാദപീഠത്തിൽ ഒരുവൻ ഇരിക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് പകൽ കുറിച്ചു വെച്ചോ, നിങ്ങളുടെ തലമുറയുടെ അനുഗ്രഹമോ നിങ്ങളുടെ അനുഗ്രഹമോ ദേശത്തിനകത്ത് മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന പോലെ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ മാനിക്കുന്നവനാ. അവന്റെ വചനത്തിൽ പ്രമാണിച്ചുകൊണ്ട് അവന്റെ പാദപീഠത്തിൽ ഇരിക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് പകലിൽ എഴുതി വെച്ചോ, നിന്റെ തലമുറയുടെ അനുഗ്രഹം ദേശത്തിനകത്ത് പ്രസിദ്ധമായി തീരും. അതുകൊണ്ടാണ് ഇസഹാക്ക് വിതച്ചപ്പോ 100 മേനി വന്നപ്പോ അനേകർ ചോദിക്കുവാനിടയായി, ഇതാരുടെ മകനാണ്? ഇത് അബ്രഹാമിന്റെ മകനാണ്. വൃദ്ധനായ ശേഷം ദൈവം വിളിച്ചെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയവന്റെ മകൻ അവൻ ദേശത്തിനകത്ത് അനുഗ്രഹമാണെങ്കിൽ അബ്രഹാമിനോട് ചോദിച്ച ഒരു വാക്യം അബ്രഹാമിന് പറയുന്നു, ഞാൻ ദൈവസന്നിധി താഴ്ന്നിരുന്നവനാണ്. ഞാൻ ദൈവസന്നിധി താഴ്ന്നിരുന്നവനാണെങ്കിൽ അവന്റെ അഭയസ്ഥാനം ദൈവമായിരുന്നു. അബ്രഹാമിന്റെ അഭയസ്ഥാനം ദൈവമായിരുന്നെങ്കിൽ ഇന്ന് പകലി ആത്മാവിനകത്ത് വിളിച്ചു പറയാ, ദൈവസന്നിധി നിൽക്കുന്നവൻ ഉറപ്പോടും വിശ്വാസത്തോടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ നീ കണ്ടിട്ടില്ലാത്ത വാതിലുകൾ നസ്രനാം യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടും. നീ കണ്ടിട്ടില്ലാത്ത നിന്റെ ഭവനത്തിൽ വെളിപ്പെടാൻ തുടങ്ങും. നിന്റെ ആത്മാവിനകത്ത് വിളിച്ചു പറയാ, നീ കണ്ടിട്ടില്ലാത്ത ഗുപ്തനിധികൾ, ഇരുട്ടിന്റെ അധികാരങ്ങൾ നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടാൻ തുടങ്ങും. സദൃശവാക്യം 8-ാം അധ്യായത്തിൽ പറയുന്ന പോലെ പുരാതന സമ്പത്ത് നിന്റെ കൈകളിൽ വന്നു ചേരും. ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ ആത്മാവിനകത്ത് വെളിപ്പെടുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുക. അതുകൊണ്ട് പറയുന്നു, ദൈവസന്നിധിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? താഴ്ന്നിരിക്കുന്നവരായി മാറണം. ആമേ, ഓ ഹല്ലേലൂയ, ആമേ. ദൈവം നമ്മളോട് കരുണ ചെയ്യുന്നോണ്ടാ ഇന്ന് പകലിലും. എത്ര പേര് വിശ്വസിക്കും? വിലാപങ്ങളുടെ പുസ്തകം എടുത്തേ, വിലാപങ്ങളുടെ പുസ്തകം പെട്ടെന്ന് 3-ാമത്തെ 22-ാമത്തെ വാക്യം എടുത്തേ. താങ്ക് യു ലോർഡ്. വിലാപങ്ങളുടെ പുസ്തകം. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. കണ്ടോ, വിലാപങ്ങൾക്കത് നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. തീർന്നും പോണ്ട സമയമൊക്കെ കഴിഞ്ഞതാ.
പിടികിട്ടിയോ? ദൈവം ആഗ്രഹിക്കുന്ന നമ്മളെ നോക്കി നമ്മൾ എന്തെങ്കിലും ഒരാളെ കൊണ്ടൊന്ന് ചെയ്യിക്കാൻ നിൽക്കുക, നമ്മൾ ആഗ്രഹിക്കുന്ന തലം ചെയ്യുന്നില്ല, അവരെ എന്ത് ചെയ്യും? അവരെ പറഞ്ഞു വിടും. ഉറപ്പാ അല്ലേ? ഇനി അവൻ നന്നാകുന്നിടം വരെ നന്നാകട്ടെന്നും പറഞ്ഞ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ഇല്ല, അവനെ അന്നേരം പറഞ്ഞു വിടും. നമ്മൾ നല്ല ഫലം കായ്ക്കുമെന്നും പറഞ്ഞ് തമ്പുരാൻ വൃക്ഷം നിർത്തിയിരിക്കുക. തമ്പുരാൻ പറഞ്ഞ ഉടമസ്ഥൻ പറഞ്ഞത് എടാ വെട്ടി തീയിലിട്ടേക്കാൻ പറഞ്ഞു, ഫലം കായ്ക്കാത്തതായോണ്ട്. തോട്ടക്കാരൻ പറയുക ഒരാണ്ടൂടെ ഞാനതിനെ വെള്ളമൊക്കെ ഒഴിച്ച് സ്വാമി ഞാൻ വളമൊക്കെ ഇട്ടൊന്നും ഒരാണ്ടൂടെ നോക്കാം. ഇന്ന് ബൈബിൾ പറയുന്ന വാക്ക് നിങ്ങൾ വായിക്കുന്നു, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയവൊന്ന് മാത്രമാ. ഇന്ന് പകൽ ഓർത്തോണം, ആമേ നീ നശിച്ചു പോകുന്നില്ല. ഇങ്ങനൊക്കെ അങ്ങ് പോകുന്നതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? അവൻ പ്രതീക്ഷിച്ച അത്ര തലത്തിൽ നീ വരുന്നില്ലെങ്കിൽ, ആമേ ഇന്ന് പകൽക്കാലം നാവുകൊണ്ട് പാപം ചെയ്ത് നടക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചോണം. ഇവിടെ പറയുന്നു മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയാകുന്നു. എന്നിട്ട് പറയാ അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. നീ നശിച്ചു പോകാതിരിക്കുന്നത് ദയാണെന്ന് പറഞ്ഞിട്ട് പറയുക, ഇന്നും അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല. തീർന്നു പോയിട്ടില്ലെങ്കിൽ ആ കരുണയിലേക്ക് ഇന്ന് പകൽ നിങ്ങൾ പ്രവേശിച്ചോണം. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അതുകൊണ്ട് പറയുന്നു ഈ പാദപീഠത്തിൽ എന്ത് ചെയ്യണം? താഴ്ന്നിരിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുവോ? ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനകത്ത് നിങ്ങളുടെ ജീവിതത്തിന് തിരിച്ചറിയണം. ആമീൻ. ഹല്ലേലൂയ. ദൈവവുമായുള്ള ബന്ധത്തെ തകർക്കുന്നതാണ് പിശാചിന്റെ പദ്ധതി. ദൈവവുമായിട്ടുള്ള ബന്ധത്തെ തകർത്തു കളയുന്നതാണ് പിശാചിന്റെ പദ്ധതി. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹത്തെ തടഞ്ഞു കളയുന്നതാണ് പിശാചിന്റെ പദ്ധതി. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടരുത്. ആരുടെ പദ്ധതി? പിശാചിന്റെ പദ്ധതി. എത്രയേ ഉള്ളൂ. നിങ്ങളുടെ വാതിലെ നിങ്ങളെ കൊണ്ട് തന്നെ പിശാച് അടപ്പിക്കും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? ശരീരത്തിന്റെ ബുദ്ധി, തലയുടെ ബുദ്ധി അതെന്നെ നന്മ ചെയ്യിക്കുന്നില്ല. ചെയ്യിക്കാതിരിക്കുന്നതിന്റെ കാരണം മനസ്സിലാകുന്നുണ്ടോ? ഞാനൊരു അനുഗ്രഹമായി തീരത്തില്ല. ഞാൻ ഇങ്ങനെ കൊട്ടിപ്പാടിയൊക്കെ അങ്ങ് പോകത്തേ ഉള്ളൂ. പക്ഷെ ഞാൻ ഒരു അനുഗ്രഹത്തിലേക്ക് വരണം, നന്മയിലേക്ക് വരണമെന്ന് വരികിൽ എവിടെ ഇരിക്കണം? ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ എന്ത് ചെയ്യണം? താഴ്ന്നിരിക്കുന്നവനായി മാറണം. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 18-35 വാക്യം നേരത്തെ, ദൈവത്തിന്റെ കരുണ തീർന്നു പോയിട്ടില്ല. ലൂക്കോസിന്റെ സുവിശേഷം 18-35 വാക്യം. അവൻ യെരിഹോവിനടുത്തപ്പോൾ ഒരു കുരുടൻ ഇരുന്നു കൊണ്ട് വഴിയരികെ ഇരുന്നു. 36 വാക്യം, പുരുഷാരെ കടന്നു പോകുന്ന കേട്ട് ഇതെന്തേ എന്ന് അവൻ ചോദിച്ചു. 37 വാക്യം, നസ്രായനായ യേശു കടന്നു പോകുന്നു എന്നവർ അവർ പറഞ്ഞു, നസ്രാനാം യേശു അവർക്ക് ആ വഴിയായി കടന്നു പോകുന്നു എന്ന് അറിയിച്ചു. അപ്പോൾ അവൻ യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. ഇന്ന് പകൽ ആത്മാവിനകത്തൊരു ഞാൻ പറയുക, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ സൗന്ദര്യത്തിലോ സമ്പത്തിലോ എന്തിലെങ്കിലും നമ്മൾ നെഗളിച്ചു പോകുന്നുണ്ടെങ്കിൽ, ഇന്ന് പകലിൽ അന്ധനായ മനുഷ്യൻ നിലവിളിച്ചതുപോലെ ഇന്ന് നിലവിളിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അവൻ കരുണ ഇന്നും നിന്നു പോയിട്ടില്ലെങ്കിൽ അവൻ അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. ഇന്ന് പകലി പരിശുദ്ധാത്മാവിനകത്തരണം. നമ്മുടെ സ്വന്തത്തിൽ നിൽക്കുന്ന ചില അഹങ്കാരമോ നമ്മൾ എന്തൊക്കെയോ ആയെന്നോ എന്തെങ്കിലും നമ്മുടെ ഹൃദയത്തിനകത്ത് സ്വയം തോന്നി, എൻ്റെ പ്രാർത്ഥന കൊണ്ടാ ഞാൻ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു പോയത്, എൻ്റെ പ്രാർത്ഥന കൊണ്ടാ ഞാൻ ഇത്ര ഉയർന്നു പോയത് എന്നൊക്കെ നമ്മുടെ ഹൃദയത്തിൽ പിശാച് ചില തോന്നലുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകലിൽ ആത്മാവിനകത്ത് പറയാ, അത് താഴ്ന്നിരിക്കാൻ റെഡിയാണെങ്കിൽ, അവന്റെ പാദപീഠത്തിൽ ഇരിക്കാൻ തയ്യാറാണെങ്കിൽ, അവന്റെ കരുണ ഇന്ന് നിന്നു പോയിട്ടില്ല. ഒരുവൻ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. 39 വാക്യം പറയുന്നു, മുന്നടക്കുന്നവർ അവനെ മിണ്ടാതിരിക്കാൻ ശാസിച്ചു. അവനോ, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണം. ഇന്ന് പകലിൽ ഞാൻ ആത്മാവിനകത്ത് പറയുക, അന്ധൻ വിളിച്ചു പറഞ്ഞതുപോലെ, കർത്താവേ എന്നോട് ഒന്ന് കരുണ ചെയ്യണമെന്ന് ഞാൻ എന്തിലെങ്കിലും ഇന്ന് പകൽക്കാലം എന്റെ ബുദ്ധി
കൊണ്ട് ഞാൻ എന്തിലെങ്കിലും ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ബുദ്ധി കൊണ്ട് ഞാൻ നന്മ ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ, അത് പിശാചിന്റെ തന്ത്രമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നെങ്കിൽ ഇന്ന് പകൽ വിളിച്ചു വരണം, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന്. ഹല്ലേലൂയ. നീ ഇന്ന് ആത്മാവിനകത്ത് നിലവിളിക്കാൻ തയ്യാറാണെങ്കിൽ യേശു അവനെ തന്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് കൽപ്പിച്ചു. ഇന്ന് പകൽ ആത്മാവിനകത്ത് എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? അറിയുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഒന്നിൽ പുകഴുവാൻ നിൽക്കല്ല്, ഒന്നിൽ പ്രശംസിപ്പാൻ നിൽക്കരുത്. അത് അവന്റെ കരുണ മാത്രമാ. ഇന്ന് പകൽ അവന്റെ കരുണ നിന്നോട്, നിന്റെ കുടുംബത്തോട്, നിന്റെ തലമുറയോട് ഉണ്ടാകണമെന്ന് വരികിൽ ഇന്ന് പകലിൽ ഒരു നിലവിളി അകത്തുനിന്നുണ്ടാകട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ ചെയ്തു. അവൻ അടുത്ത് വന്ന് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് ചോദിച്ചു. കർത്താവ് എനിക്ക് കാഴ്ച കിട്ടണം എന്നവൻ ദൈവത്തോട് നിലവിളിച്ചു. യേശുവിനോട് കാഴ്ച പ്രാപിക്കുക, നിന്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു. ഇന്ന് ആമേൻ. ആത്മാവിനകത്ത് തിരിച്ചറിയണം, ജഡത്തിനോട് പോരാടിക്കൊണ്ട് നന്മയുടെ വാതിലിനെ അടച്ചു കളയുന്ന ഏതെങ്കിലും പിശാചിക ശക്തികൾ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മാവിനകത്ത് വിളിച്ചു പറയണം, കർത്താവേ എന്നോടൊന്ന് കരുണ ചെയ്യണം, എൻ്റെ കർത്താവേ എന്നോടൊന്ന് കരുണ ചെയ്യണം. ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിലും എന്നിൽ നന്മ ചെയ്യാതിരിക്കുന്നത്, നന്മ പ്രവർത്തിക്കാതിരിക്കുന്നത് എൻ്റെ ജഡത്തിൽ വ്യാപരിക്കുന്ന ശക്തിയാണെങ്കിൽ അതിന്മേൽ എൻ്റെ കർത്താവേ അങ്ങൻ്റെ മേലൊന്ന് ജയമെടുക്കണമെന്ന് യേശുവിൻ്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ടൊന്ന് നിലവിളിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അവൻ്റെ നിലവിളിയുടെ മുൻപിൽ യേശുവിൻ്റെ പ്രാർത്ഥന കേട്ട ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചുവെന്ന് ദൈവവചനം പറയുന്നെങ്കിൽ ഇന്ന് പകൽ ആത്മാവിനകത്തൊന്ന് തിരിച്ചറിയണം, കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ താഴ്മയോടെ ഇരിക്കാൻ തയ്യാറ്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? എത്ര പേര് പറയുന്നുണ്ട്, എന്നിലെ എന്തെങ്കിലും നിഗളങ്ങൾ ഉണ്ടെങ്കിൽ, എന്നിലെ നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നതാണ്. ഇന്ന് പകൽ ആത്മാവിനെന്ന് പറഞ്ഞേ, എൻ്റെ ജീവിതത്തിനകത്തെ അഹങ്കാരത്തിൻ്റെ വാക്കുകളോ നിഗളത്തിൻ്റെ വാക്കുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകലിൽ അതിനെ മാറ്റിയേ പോകാവുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം മാറ്റിയേ പോകാവുള്ളൂ. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മറ്റാർക്കും കൊടുക്കല്ല. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മറ്റൊന്നിനും നിങ്ങൾ കൊടുക്കല്ല. ദൈവത്തിനെ ഉയർത്തേണ്ടവൻ ദൈവത്തിനെ ഉയർത്താവുള്ളൂ. മനുഷ്യനെ ഉയർത്താൻ നിൽക്കല്ല. മനുഷ്യനെ ഉയർത്താൻ നിൽക്കല്ല. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. നിങ്ങളുടെ അകത്തൊരു തിരിച്ചറിവുണ്ടാകണം, ഒരു നിലവിളി അകത്തുണ്ടാകണം, കർത്താവേ എന്നോട് ഇന്നൊരു കരുണ തോന്നണമെന്ന്. എത്ര പേര് ഈ ഹോളിനകത്ത് വിളിച്ചു പറയും, കർത്താവേ എന്നോട് കരുണ തോന്നണമെന്ന്. അതുകൊണ്ട് ഇബ്രായ ലേഖനക്കാരൻ 4-ാം അധ്യായത്തിന്റെ അതിന്റെ 16-ാമത്തെ വാക്യം പറയും, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയ സഹായത്തിന് കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ എന്തുവായിക്കോട്ടെ, ഒരു തിരിച്ചറിവുണ്ട്, കർത്താവേ ഞാൻ അഹങ്കരിച്ചത്, ഞാൻ നെഗളിച്ചു പോകുന്നത് എൻ്റെ ചില ചിന്തകളിനകത്താണെങ്കിൽ പൗലോസ് പറയുന്നില്ല, അയ്യോ ഞാനൊരു അരിഷ്ട മനുഷ്യനാ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധി ചെന്നിട്ട് പറയുക. ഇവിടെ പറയുന്നു, വായിക്കുന്ന വാക്കിതാണ്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയ സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുക്ക ചെല്ലണം. ഇന്ന് പകലിൽ നമ്മുടെ അനുഗ്രഹത്തെ തടഞ്ഞു കളഞ്ഞത്, അനുഗ്രഹത്തെ തടഞ്ഞു കളയാൻ നമ്മുടെ നാവ് കൊണ്ടാണെങ്കിൽ, ദൈവം ആഗ്രഹിക്കാത്ത പ്രവൃത്തിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ, മറ്റുള്ളവരെ കൂട്ടുകാരനെ നിന്നെ പോലെ സഹായിക്കേണ്ട നിന്നവനാ. ഇന്ന് പകൽക്കാലം അറിയണം, കൂട്ടുകാരനെ നിസ്സാരാന്ന് പറയുന്നവൻ പോലും മരണയോഗ്യനാ. ഹല്ലേലൂയ. ഇന്ന് ദൈവം എന്നിൽ നിന്ന് എന്താഗ്രഹിക്കുന്നോ, കർത്താവെ അടിയനിന്നാന്ന് എത്ര പേര് പറയും, കർത്താവെ എന്നോട് കൂടെ നിൽക്കണമേ. ഇന്ന് പകൽക്കാലം അവൻ്റെ കൃപാസനത്തിൻ്റെ മുന്നാകെ ചെന്നിട്ട്, കർത്താവെ അങ്ങയുടെ പാദപീഠത്തിൽ ഒന്ന് ഇരിപ്പാൻ പോലും യോഗ്യനല്ല. ഹല്ലേലൂയ. രണ്ടുപേരെ കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്ന പോലെ പരീശൻ ദൈവസന്നിധി ചെന്നു. അവൻ പറഞ്ഞു, ആഴ്ചയിൽ 2 ദിവസം ഞാൻ ഉപവസിക്കുന്നവനാണ്. എന്നിട്ട് പുറകെ നിൽക്കുന്നവൻ പറഞ്ഞു, ഈ ചുങ്കക്കാരനെ പോലെ ഞാൻ അല്ലായികയാൽ ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. തന്നെ താൻ നീതീകരിക്കുന്നവൻ നീതീകരിക്കപ്പെടത്തില്ല. ദൈവസന്നിധി ചുങ്കക്കാരൻ മാറത്തടിച്ചിട്ട് പറഞ്ഞു, കർത്താവേ നിന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും യോഗ്യനല്ല
കളയുന്ന ഇന്ന് പകൽക്കാലം അകത്തൊരു മാറ്റം ഉണ്ടാകുന്നെങ്കിൽ, അകത്തൊരു മാനസാന്തരം ഉണ്ടാകുന്നെങ്കിൽ, നിങ്ങളുടെ നന്മ കുറഞ്ഞു പോകാതിരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ നന്മ ചെയ്യുന്നവരായി മാറുന്നുവെങ്കിൽ, ക്രിസ്തുവിന് പകരമായി നിൽക്കുന്നവരെങ്കിൽ, ഇന്ന് പകൽ പറഞ്ഞു നിങ്ങളെ നിങ്ങളുടെ തലമുറകളെ സന്ദർശിക്കുന്ന കാലം വലിയ വിദൂരമല്ല. അത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ, നിങ്ങളുടെ തലമുറകളുടെ മേലും ദൈവത്തിന്റെ പ്രവൃത്തികളെ വെളിപ്പെടുത്തി തരും. എത്ര പേർ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ, ആമേൻ. ഇന്ന് പകൽ എത്ര പേർ അതിനെ വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനകത്ത് നിങ്ങൾ അറിയണം, ആ കൃപാസനത്തിന്റെ മുന്നകത്ത് ചെന്നിട്ട് കർത്താവ് എനിക്ക് തെറ്റു പറ്റിപ്പോയെന്ന് പറയുന്നെങ്കിൽ, കർത്താവ് നീ ആഗ്രഹിച്ച നന്മ എന്ന് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്ന് പറയുന്നെങ്കിൽ, കർത്താവ് നീ എന്നോട് കരുണ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവന്റെ പ്രാർത്ഥനയെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. പുറപ്പാട് പുസ്തകം 25-22 വാക്യം പറയുന്നു, അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി കൃപാസനത്തിൽ നിന്ന് സാക്ഷ്യപ്പെട്ട കത്തിന്മേൽ നിൽക്കുന്ന 2 കെരൂബുകളുടെ നടുവിൽ നിന്ന് ഇസ്രായേൽ മക്കൾക്കായി ഞാൻ നിന്നോട് കൽപ്പിക്കാനിരിക്കുന്ന സകലവും നിന്നോട് ഞാൻ അരുളി ചെയ്യും. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനെ 2 കെരൂബുകളുടെ മധ്യത്തിൽ വെളിപ്പെട്ട് വരുന്നവനായ യഹോവയായ ദൈവം നിന്നോട് അരുളി ചെയ്യുക തന്നെ ചെയ്യും. നിന്നെയും നിന്റെ തലമുറയെ കുറിച്ച്, നീ ഇന്ന് ഭാരപ്പെടുന്ന വിഷയങ്ങളെ കുറിച്ച്, നീ ഇന്ന് കണ്ണീരൊഴുക്കുന്ന വിഷയങ്ങളെ കുറിച്ച് ദൈവം നിനക്ക് വെളിപ്പെടണമെന്ന് വരികിൽ നീ താഴ്ന്നിരിക്കുന്നവനായി മാറണം. അവന്റെ ഹല്ലേലൂയ, അവന്റെ കൈക്കെഴുത്താന്നിരിപ്പി തക്ക സമയത്ത് ഉയർത്തുവാൻ തക്കവണ്ണം അവന്റെ കൃപാസനത്തിന്റെ മുന്നാകെ നീ താഴ്ന്നിരിക്കാൻ റെഡിയാണെങ്കിൽ, ഇന്ന് പകൽക്കൽ കെരൂബുകളുടെ മധ്യത്തിൽ വെളിപ്പെട്ടു നിൽക്കുന്ന ആ ദൈവശക്തി നിന്നോട് കൽപ്പിക്കാനിരിക്കുന്ന സകലവും നിന്നോട് അരുളി ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. മോശയോട് പറയ, മോശേ നിന്നോട് ഞാൻ അരുളി ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. അപ്പോസ്തലന്മാരോട് അരുളി ചെയ്തൊരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ അവൻ ദൈവത്തിന് കീഴടങ്ങിയിരിപ്പി. ഹല്ലേലൂയ, പിശാചിനോട് എതിർത്ത് നിൽപ്പി, അത് നിന്നെ വിട്ട് ഓടിപ്പോകും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേര് വിശ്വാസത്തിൽ ഈ പകൽ തിരിച്ചറിയുന്നുണ്ട്, എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പകലാണ്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പകലാണ്. എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് പകൽക്കാലം ഒരു മടങ്ങി വരവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഒരു മടങ്ങി വരവ് ദൈവത്തിന്റെ കൃപാസനത്തിനകത്ത് മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളിലെ നിങ്ങളുടെ ജഡത്തെ നിങ്ങൾ കുഴിച്ചിടണം. യേശുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റവന്റെ ആത്മാവിൽ നടക്കുന്നവരെങ്കിൽ ജഡത്തിന്റെ ചിന്തയ്ക്കകത്തല്ല, ആത്മാവിന്റെ ചിന്തയ്ക്കകത്തേക്ക് മാറണം. ആത്മാവ് നടത്തുന്നവൻ അവൻ സ്വതന്ത്രനായി തീരും. അവനെ ഒരു ശക്തിക്കും തകർക്കുവാൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം ഒരു മടങ്ങി വരവ്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്ന പോലെ ഒരു മുടിയും പുത്രൻ അവൻ അവിടെ ഇരുന്ന് പറയുന്നു, ഞാൻ സ്വർഗത്തെ നോക്കിക്കൊണ്ട് അവൻ പറയാ, അപ്പാ സ്വർഗത്തോട് അങ്ങയോട് ഞാൻ പാപം ചെയ്തു, അങ്ങയുടെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്നൊരു തീരുമാനം എടുത്തു വന്നെങ്കിൽ, അവൻ അവിടുന്ന് അപ്പന്റെ അരികിലേക്ക് മടങ്ങി വരുന്നതിനെ കുറിച്ച് ലൂക്കോസ് 15 പറയുന്നെങ്കിൽ, ഇന്ന് പകൽ ഈ ആത്മാവിനകത്ത് കണ്ടേ, കർത്താവ് നീ ആഗ്രഹിച്ച നന്മ എന്നിൽ ഇല്ലാതെയായി, നീ ആഗ്രഹിച്ച നന്മ എന്നിൽ ഇല്ലാതെയായി. ഹല്ലേലൂയ, ഇനി ഉള്ള ജീവനുള്ളിടത്തോളം കാലം കർത്താവ് അങ്ങയുടെ പാദപീഠത്തിലിരുന്ന് അങ്ങയ്ക്ക് വേണ്ടി നന്മ ചെയ്യുമെന്ന് എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നുണ്ട്? അതുകൊണ്ടാണ് 15-ാം അധ്യായം 21-ാം വാക്യത്തിനകത്ത് പറഞ്ഞു, ലൂക്കോസ് 15:21 പറയുക, മകൻ അവനോട്, അപ്പാ ഞാൻ സ്വർഗത്തോട് നിന്നോട് ഞാൻ പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന് വെളിപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അപ്പൻ തന്റെ ദാസന്മാരുടെ വേഗത്തിൽ മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് അവനെ ധരിപ്പീൻ. ഇന്ന് പകൽക്കാലം ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്നുണ്ടെങ്കിൽ, ഒരു മാറ്റം ദൈവസന്നിധിയും വെളിപ്പെടുന്നുണ്ടെങ്കിൽ, കർത്താവ് നടന്ന വഴികൾ പാപമുള്ള വഴികൾ എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഒരു മനസ്സാന്തരപ്പെട്ട് ഹല്ലേലൂയ, ലൂക്കോസിന്റെ 15 പറയുന്ന പോലെ മുടിയും പുത്രം മടങ്ങി വന്ന പോലെ കൃപാസനത്തിന്റെ മുന്നിലേക്ക് കടന്നു വന്നച്ച്, കർത്താവേ ആരില്ലെങ്കിൽ നിലവിളിച്ചുകൊണ്ട്, കർത്താവേ എന്നോട് കരുണ ഉണ്ടാകണമെന്ന് നിലവിളിച്ചാൽ അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കുന്നവനാ. അതുകൊണ്ട് ബൈബിൾ ഇവിടെ പറയുന്നു, അവൻ തന്റെ ദാസന്മാരോട് വേഗത്തിൽ മേൽത്തരമായ അങ്കി കൊണ്ടുവന്നെ ധരിപ്പി, ഇവന്റെ കൈകൾക്ക് മോതിരവും കാലിന് ചെരുപ്പ് വിടുവി. നഷ്ടപ്പെട്ടു പോയതിനെ ഇന്ന് പകൽ വെച്ചു അത് ദൈവം 100 മടങ്ങായി തിരിച്ചു തരുന്നതാണ്. നിന്റെ ഒരു മനസാന്തരം ഇന്ന് പകലിലുണ്ടെങ്കിൽ, നിനക്കൊരു മനസാന്തരപ്പെടുന്നുണ്ടെങ്കിൽ, നീ നടന്ന വഴികൾ പാപമുള്ള വഴികളാണെങ്കിൽ, ഇന്ന് നസ്രായ യേശുവിന്റെ നാമത്തെ വിളിച്ചു പറയുക, ഒരു മടങ്ങി വരവ് അനിവാര്യമാണ്. നിന്റെ
ഉള്ളിലെ നെകളമുണ്ടെങ്കിൽ ഇന്ന് പകൽ മടങ്ങി വരവ് അനിവാര്യമാ. നിന്നോടുള്ള വാഗ്ദത്തങ്ങൾ അടഞ്ഞു പോയെങ്കിൽ, എവിടെയോ തടയപ്പെട്ടു പോകുന്ന ഒരു ദുഷ്ടൻ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ബന്ധനങ്ങളെ അഴിച്ചെന്ന് മടങ്ങി വരണം. അവന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞ, കർത്താവേ, എന്നോടുള്ള വാഗ്ദത്തങ്ങളെ നിവർത്തീകരിക്കപ്പെടുവാൻ ഞാനൊരു മടങ്ങി വരവ് അനിവാര്യമാണെങ്കിൽ ഇന്ന് പകൽക്കാലം അറിഞ്ഞോണം, നിന്നോട് ജീവിതത്തിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ തടഞ്ഞു കളഞ്ഞെങ്കിൽ, അത് ദുഷ്ടൻ തടഞ്ഞു കളഞ്ഞെങ്കിൽ അതിന്റെ ചങ്ങല ഇന്ന് പകലിൽ അഴിയപ്പെട്ടേ മതിയാകത്തുള്ളൂ. ഇന്ന് പകൽ അവന്റെ പാദപീഠത്തിൽ ഇരിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് കർത്താവിനോടൊന്ന് വിളിച്ചു പറയുന്ന എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? ഇന്ന് പകൽക്കാലം വിശ്വാസത്തിനോടുകൂടി ഇന്ന് പകൽ അമീൻ ദൈവസന്നിധിയിൽ ഒരു താഴ്മയോടെ ഒരാൾ ഇരിക്കാൻ റെഡിയാണെങ്കിൽ അവന് വേണ്ടി വാതിലുകളെ തുറന്നു തരുന്ന ഒരു നല്ല കർത്താവ് നിനക്കുണ്ട്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ഒരു മടങ്ങി വരവ് ഞങ്ങളുടെ ജീവിതത്തിൽ അനിവാര്യമാ. ഒരു മടങ്ങി വരവ് ഇന്ന് പകൽ ഞാൻ ഇത് പ്രസംഗിക്കപ്പെടുമ്പോൾ പോലും എനിക്ക് ഒരു മടങ്ങി വരവ് അനിവാര്യമാ. എന്നിലെ ജഡത്തിലെ അമിചിന്തകൾ, എന്റെ ജഡത്തിനകത്ത് ഞാൻ എന്തോ ആണെന്നുള്ള ചിന്തകൾ കാണാം. അതിന്ന് പകൽക്കാലം യേശുവിന്റെ പാദപീഠത്തിൽ വെച്ചിട്ട് പറയണം, കർത്താവേ, അങ്ങയുടെ വഴി എനിക്ക് വേണ്ടി ഒന്ന് തുറന്നു തരണം. അങ്ങനെ നടത്തിയാൽ മതി, അങ്ങനെ പരിപാലിച്ചാൽ മതി, അങ്ങയുടെ ഹിതത്തിൽ ഞാൻ നടക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ സദൃശവാക്യക്കാരൻ 3-ാം അധ്യായത്തിന് 6-ാമത്തെ വാക്യം പറയുന്നുള്ളത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക. നിന്റെ എല്ലാ വഴികളിലും, നിന്റെ എല്ലാ വഴികളിലും, നിന്റെ എല്ലാ വഴികളിലും ഇന്ന് പകൽക്കാലം പറയണം, എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക. ഇവിടെ പറയുക, നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ഹല്ലേലൂയ. എവിടെങ്കിലും നിന്റെ ഭാവിയെ ഓർത്ത് വ്യാകുലപ്പെടുന്നുണ്ടോ? നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് നീ വ്യാകുലപ്പെടുന്നുണ്ടോ? ഹല്ലേലൂയ. എൻ്റെ തലമുറയുടെ ഭാവി എന്തായിത്തീരും? എൻ്റെ ഭവനത്തിൻ്റെ ഭാവി എന്നായിത്തീരും? എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്നായിത്തീരും? ഇനി മുന്നോട്ട് എങ്ങനെ പ്രതിസന്ധി, ഇതിനെങ്ങനെ പോകും എന്ന് ചോദിക്കുന്നെങ്കിൽ ഇന്ന് പകലെ അവൻ്റെ പാദപീഠത്തിൽ അവൻ വരാൻ തയ്യാറാണെങ്കിൽ അവൻ പറയുന്ന എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക. അവൻ നിന്റെ പാതകളെ നേരെയാക്കുക. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നല്ലേ? ഹല്ലേലൂയ. ആമേൻ. സ്വന്തമായിട്ട് തോന്നണം, നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നേ. യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറണം. ഹല്ലേലൂയ. യഹോവയെ ഭയപ്പെട്ട്. ഞാൻ ഇന്ന് ഈ മെസ്സേജ് എടുക്കുന്നതിൻ്റെ മുമ്പിന് കാരണം ഒരടിസ്ഥാനമിട്ടൊരു ഉയർച്ച ദൈവം ചെയ്യാൻ പോവുക. അടിസ്ഥാനമിട്ടൊരു അനുഗ്രഹം കൊണ്ടുവരാൻ പോവുക. ഹല്ലേലൂയ. ആ അനുഗ്രഹത്തെ തടഞ്ഞു നിർത്തും നിങ്ങൾ പോലും അറിയാതെ പിശാചിൻ്റെ ചില തന്ത്രങ്ങളാണ്. അല്ലെങ്കിൽ പിശാചിൻ്റെ ചില നന്മ ചെയ്യാമായിട്ട് നന്മ ചെയ്യാതിരിക്കുക. നന്മ ചില പ്രവർത്തികളൊക്കെ ചെയ്യാമായിട്ട് ചെയ്യാതിരിക്കുക. മനഃപൂർവ്വമായിട്ടൊന്നും ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ അവൻ്റെ പാദപീഠത്തിലേക്ക്, അവൻ്റെ കൃപാസനത്തിൻ്റെ മുന്നിലേക്കാണ്. അവൻ്റെ കരുണ നിന്നു പോയിട്ടില്ല. ഇന്ന് പകൽക്കാലം നിനക്ക് നഷ്ടപ്പെട്ടതിനെ തിരിച്ചു വരുന്നൊരു ദൈവമുണ്ട്. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അതുകൊണ്ട് ബൈബിൾ പറയാം, നിനക്ക് നീ തന്നെ ജ്ഞാനിയായി തോന്നരുത്, യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറാം. തമ്പുരാൻ ഹിതമല്ലാത്തത്, കർത്താവിന് ഹിതമല്ലാത്തത് ഇന്ന് പകൽ അതിനെ ഉപേക്ഷിക്കണം. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ദൈവസന്നിധിയിൽ ഉപേക്ഷിക്കപ്പെടുന്നവരുടെ ആത്മാവിനകത്തൊരു ദൂതും ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും. ഹല്ലേലൂയ. എന്ന് പകൽക്കാലം വരണം, അവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു പ്രതിഫലം തരും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഒരു മനുഷ്യൻ ചെല്ലുന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ കടന്നില്ല. ദൈവസന്നിധി ദൈവത്തിന് അരികിൽ ചെല്ലാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? നമ്മുടെ ജഡത്തിൻ്റെ പാപമാണ്. ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധത്തെ വിച്ഛേദിച്ച് കളയുന്ന, ദൈവം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഫലം ലഭിക്കപ്പെടാത്തതുകൊണ്ടാണ്. വെട്ടിക്കളയാൻ പറയുന്നതിൻ്റെ കാരണം എന്നാ? ഫലമില്ലാത്തത് കൊണ്ടാണ്. ദൈവം ആഗ്രഹിക്കുന്ന ഫലം എന്നിൽ നിന്ന് പുറപ്പെടുന്നില്ലെങ്കിൽ ആ വൃക്ഷത്തെ ദൈവം മാറ്റിക്കളയും. പക്ഷേ ഫലം കായ്ക്കുന്നതാണെങ്കിൽ അധിക ഫലം തരും. അധിക ഫലത്തിലേക്ക് തരുവാനുള്ള ദൈവം തന്നുകൊണ്ടേയിരിക്കും. ആമേൻ. അധികത്തിലേക്ക്, നിന്നെ വർധനവിലേക്ക്, വർധനവില. അബ്രഹാമിനെ നോക്കിക്കോണം. അബ്രഹാമിനെ ദൈവം തമ്പുരാൻ വിളിച്ചിറക്കുമ്പോൾ, വിളിച്ചിറക്കി 12-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങളൊക്കെ വരുമ്പോൾ ദൈവം അനുഗ്രഹിച്ചത് കാണാം. അതിനുശേഷം അബ്രഹാമിൻ്റെ തലമുറയിലേക്ക് വന്നപ്പോൾ അബ്രഹാം തമ്മിൽ യാഗപീഠത്തിലേക്ക്, മോറിയാമലയിലേക്ക് തൻ്റെ തലമുറയെ കൊണ്ട് യാഗപീഠത്തെ കൊണ്ട് കിടത്തിയതിനു ശേഷം അവിടെ നിന്ന് ആ കുഞ്ഞിനെ വിടുവിച്ചതിന് അവിടുന്ന് അവർ താഴേക്ക് വരുന്ന സമയത്ത്
സ്വർഗത്തിന്റെ ദൂതൻ ഇറങ്ങിയിട്ട് പറയുക, അബ്രഹാമേ നിന്നെ വർദ്ധനവിനാ ഞാൻ വർദ്ധിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ ഹിതത്തിലേക്ക് ഒരുവൻ വരുമ്പോ അവനെ അനുഗ്രഹത്തിലേക്ക് ദൈവം മാറ്റും. ആമേ, എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നത്? ഇന്ന് നിങ്ങളുടെ അടയപ്പെട്ട വാതിലുകളും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് മുടങ്ങപ്പെട്ടതും ദൈവം ഇരട്ടിയായി ദൈവം തമ്പുരാൻ മടക്കി തരും. ആമേ, എന്താ കാരണമെന്നറിയാമോ? ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു തുടങ്ങി എന്നുള്ളതാണ്. ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയെ, ദൈവം തമ്പുരാൻ പ്രാർത്ഥന കേട്ടു തുടങ്ങുമ്പോ ദൈവം, ആമേൻ ഹല്ലേലൂയ, നമ്മൾ ദൈവവുമായുള്ള ബന്ധത്തെ നമ്മളായി കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസം വർദ്ധിച്ചു വരും. ആമേൻ. മർക്കോസിന്റെ സുവിശേഷം 11-23 വാക്യത്തിൽ പറയുക, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടി പോവുക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പം ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ന്നിരിക്കുന്നവനും ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ നിൽക്കുന്നവനും ദൈവത്തോട് ചേർന്ന് നടക്കുന്നവൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേൾക്കും. ആമീ. അവൻ പറയുവാണ്, വിശ്വാസത്തിൽ പറയുക, ഈ നിൽക്കുന്ന മലയോട് മാറി കടലിൽ ചാടി പോവുക എന്ന് പറഞ്ഞാൽ അത് അതുപോലെ സംഭവിക്കുമെന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. 24 വാക്യം പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. ഇവിടെ പിടികിട്ടുന്നുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിച്ചത് ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടായി വരും. അപ്പം നിങ്ങളും ദൈവവും എവിടെ ചെന്ന് കഴിഞ്ഞു? കൃപാസനത്തിൻ്റെ മുന്നാകെ ചെന്നു. ദൈവസന്നിധി താഴ്ന്നിരിക്കുന്നവൻ, ദൈവത്തിൻ്റെ ഹിതത്തിൽ നിൽക്കുന്നവൻ, അവൻ പ്രാർത്ഥിക്കുന്നതിന് മുഴുവനും ദൈവം മറുപടി നൽകിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് പറഞ്ഞു, അതില്ലെങ്കിൽ പോലും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ഉളവാക്കിക്കൊണ്ട് ദൈവം തമ്പുരാൻ വരും. പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടത്. കണ്ടോ? പ്രാർത്ഥനയ്ക്കൊരു മറുപടി ലഭിക്കപ്പെടണമെന്ന് വരികിൽ നിങ്ങൾക്ക് ക്ഷമിക്കാതിരിക്കുന്നത് നിങ്ങളുടെ ജഡത്തിൻ്റെ പ്രമാണമാണ്, പാപത്തിൻ്റെ പ്രമാണമാണ്. അപ്പം നമ്മുടെ ജീവിതത്തിനെ അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നതിൻ്റെ കാരണം ഏത് പാപം എന്ന് പറയുന്നത്, നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റത്തില്ല. അതിവിടെ പറയുന്നു, പ്രാർത്ഥിക്കൂ. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങളുടെ പിഴകളെ. അപ്പം നമ്മളിൽ പാപത്തിന്റെ ചിന്തയും പാപവും കിടപ്പുണ്ടെങ്കിൽ ആര് പ്രാർത്ഥന കേൾക്കത്തില്ല? ഇതോടുകൂടിയുള്ള പ്രാർത്ഥനയെ നാളുകൾ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന, അത്ഭുതങ്ങൾ നടക്കുന്നില്ല. എന്നാൽ ഇവിടെ പറയുന്നു, നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കണം. എന്നിട്ട് നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ എന്ത് ചെയ്തില്ല? ക്ഷമിക്കുകയില്ല. പ്രാർത്ഥനയുടെ മറുപടി പിടികിട്ടുന്നു. ദൈവസന്നിധിയിൽ താഴ്ന്നിരിക്കുന്നവൻ ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവനാകണം. യേശു കാൽവറി ക്രൂശിൽ യാഗമാകുമ്പോൾ യേശു പറഞ്ഞു, ഇവർ ചെയ്യുന്ന എന്തെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണം. എത്ര പേര് നീ പകൽ വിശ്വാസത്തോടെ പറയുന്നുണ്ട്? എത്ര പേരുടെ അകത്തത് വെളിപ്പെടുന്നുണ്ട്? ഇന്ന് പറഞ്ഞ മെസ്സേജ് ആമീൻ. ഇന്ന് പകൽക്കാലം ആത്മാവിനകത്ത് പറയണം. പൗലോസ് പറയുന്നു, അയ്യോ ഞാനൊരു അരിഷ്ട മനുഷ്യൻ അത്രേ. പൗലോസ് പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ കാരണം, ഇന്നീ പകൽ നിങ്ങൾ ഈ സഭാഹോളിനകത്തിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ അടുത്തിരുതിലേക്ക് ദൈവം തമ്പുരാൻ മാറ്റുമ്പോൾ നിങ്ങൾ കാഴ്ചക്കാരായി പോവല്ലേ? പലരും അനുഗ്രഹത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കാഴ്ചക്കാരായി മാറിപ്പോവല്ലേ? അവരുടെ അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യം കേട്ട് മടങ്ങുന്നവരല്ല, നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നിങ്ങൾ ആമേൻ. ഏറ്റവും വലിയ പാപമെന്ന് പറയുന്നത് ഏറ്റവും വലിയ നിങ്ങളുടെ ചിന്തയാണ്. ഈ ചിന്തയ്ക്കകത്ത് വരെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കയ്പോ വിദ്വേഷമോ പകയോ ഒക്കെ ഉണ്ടെങ്കിൽ
ഇന്ന് പകലിൽ കർത്താവിനോട് പറഞ്ഞ, കർത്താവേ, മനഃപൂർവ്വമായി ഞാൻ അവരോട് ക്ഷമിക്കുക. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് എത്ര പേര് പ്രാർത്ഥിക്കുന്നവരുണ്ട്? ഹല്ലേലൂയ. അങ്ങനെയുള്ളവരൊന്ന് പ്രാർത്ഥിച്ച കർത്താവുണ്ട്. കർത്താവെ, ഇന്ന് പകലിൽ കർത്താവിൻ്റെ സന്നിധി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനോടൊന്ന് പ്രാർത്ഥിച്ച. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, സ്തോത്രം. ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിലൊന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളോടൊന്ന് ക്ഷമിക്കണമെന്ന് കർത്താവിൻ്റെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരങ്ങനെ. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച യേശുവിൻ്റെ നാമത്തെ. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിനകത്ത്, ഹല്ലേലൂയ, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് അങ്ങേ വിട്ടു നടന്നതെല്ലാം, അങ്ങയ്ക്ക് ഹിതമല്ലാത്തതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ. അനേകരോട് യേശുവിനെ കുറിച്ച് പറയാനുണ്ടായിരുന്നു, അനേകരോട് പറഞ്ഞില്ല. അനേകർ മുന്നേ സാക്ഷ്യത്തോടെ നിൽക്കേണ്ടവരായിരുന്നു, നിൽക്കാൻ പറ്റിയിട്ടില്ല. ഹല്ലേലൂയ. അനേകരെ ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ സഹായിക്കാൻ പറ്റിയില്ല. യേശുവിനെ പോലെ, ഹല്ലേലൂയ, യേശുവിനെ പോലെ നന്മ ചെയ്യുവാൻ ഞങ്ങൾക്ക് സഹായിക്കാൻ, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല. കർത്താവെ, ഇന്ന് പകലിൽ, ഹല്ലേലൂയ, ഞാൻ കർത്താവെ, ഇന്ന് അങ്ങേ ആരാധിക്കേണ്ട സമയത്ത്, അങ്ങേ മഹത്വപ്പെടുത്തേണ്ട സമയത്ത് ഞാൻ അങ്ങ് മഹത്വപ്പെടുത്താതെ നടന്നിട്ടുണ്ട്. കർത്താവിന് വേണ്ടി ഞാൻ നന്മ ചെയ്യാതിരുന്നിട്ടുണ്ട്. കർത്താവിനെ ഞാൻ വിശ്വസിക്കാതിരുന്നിട്ടുണ്ട്. കർത്താവ്, ഞാൻ അങ്ങേ മറുത്തു പറഞ്ഞിട്ടുണ്ട്. അങ്ങേ വിട്ട് ഞാൻ അനേക ദൂരം യാത്ര ചെയ്തിട്ടുണ്ട്. ഇന്ന് പകലിൽ ദൈവത്തോട് മടങ്ങി വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ്, എൻ്റെ അനുഗ്രഹത്തെ തടയുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ വേണ്ടെന്ന് പറയുന്നവർക്കായി ഇന്ന് കർത്താവ്, ഞങ്ങളുടെ അനുഗ്രഹത്തെ തടയുന്ന ഒന്നും എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ വേണ്ട. ഓരോരുത്തരും ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. റബസി അന്തൽ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ സഭയായി ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരുണ ഉണ്ടാകണമേ. ദാവീദ് പുത്രാ എന്ന് അന്ധനായ മനുഷ്യൻ വിളിച്ചു പറഞ്ഞ പോലെ, ദാവീദ് പുത്രാ, എന്നോട് കരുണയുണ്ടാകണമേ. കർത്താവേ, എന്നോട് കരുണയുണ്ടാകണമെന്ന് എത്ര പേര് ഇന്ന് ദൈവസഭയ്ക്കകത്ത് വിളിച്ചു പറയുന്നുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന സകല തെറ്റുകളും അങ്ങ് ക്ഷമിച്ച് ഞങ്ങളോടൊരു കരുണയുണ്ടാകണമേ. കർത്താവേ, അങ്ങയുടെ കരനീട്ടി ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണമേ. യേശുവേന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ച്. റാംസബൂലി കദൽ ഖാന വൈഡവ ശന്തൽ. കർത്താവേ, ഹല്ലേലൂയ, എൻ്റെ ജഡത്തിൻ്റെ ചിന്തകളെ കർത്താവിൻ്റെ ക്രൂശിലേക്ക് അതുകൊണ്ട് പൗലോസ്, എനിക്കും എൻ്റെ കർത്താവിൻ്റെ ക്രൂശിലല്ലാതെ മറ്റൊന്ന് പ്രശംസിപ്പാൻ ഇടവരാതെ കർത്താവ്, ഇന്ന് ഈ സഭയ്ക്കകത്തിരിക്കുന്ന ഓരോ കുടുംബങ്ങളോട്, ഓരോ തലമുറയോട് കർത്താവ് ദയയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് കൃപാസനത്തിൻ്റെ മുന്നാകെ വരുന്ന കർത്താവേ, ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, അറിയാതെ ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. കർത്താവേ, ഞങ്ങളുടെ മഹത്വത്തെ ഞങ്ങൾ തിരിച്ചറിയാതെ പോയിട്ടുണ്ട്. ഞങ്ങളോട് കരുണയുണ്ടാകണമേ കർത്താവേ. ആമീൻ. കർത്താവേ, അങ്ങയുടെ കൃപ ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ. ഞങ്ങൾ മറ്റുള്ളവരോട് അങ്ങ് ക്ഷമിച്ചതുപോലെ ക്ഷമിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഈ ജനത്തിൻ്റെ സകല പാപങ്ങളും അങ്ങ് മോചിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. സകല നന്മകളാലും ഈ ജനത്തെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും അങ്ങ് ക്ഷമിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾ അധിക ഫലം കായ്ക്കുന്നവരായി മാറുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സകല നന്മകളാൽ ഞങ്ങളെ നിറച്ചതിനായി സ്തോത്രം. അത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.